ഒടുവിൽ അമേരിക്ക അത് ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ട്രംപ് ആണവായുധം പരീക്ഷിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ആണവ മിസൈലായിട്ടുള്ള മിനിറ്റ്മാൻ 3 ആണ് ട്രംപ് വിക്ഷേപിച്ച് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് പറഞ്ഞിരുന്നു, ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് നമ്മൾ മാത്രം ഇത് പരീക്ഷിക്കാതിരിക്കണം എന്ന് ട്രംപ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ ട്രംപിൻ്റെ ആണവ പരീക്ഷണം ലോകരാജ്യങ്ങളിൽ കോളിളക്കം സൃഷ്ടിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. കുറച്ചു കാലം മുമ്പ് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് എഴുതി റഷ്യയും ചൈനയും ആണവ പരീക്ഷണങ്ങൾ മറച്ചുവെച്ചതായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ട്രംപ് എഴുതി, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അത്തരം പരീക്ഷണങ്ങൾ നിർത്തിവെച്ചു, എന്നാൽ ഇപ്പോൾ മറ്റു രാജ്യങ്ങൾ അത് ചെയ്യുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ശരിയാകുമെന്ന് ഞാനും കരുതുന്നു. റഷ്യയും ചൈനയും ആണവ പരീക്ഷണങ്ങൾ മറച്ചുവെച്ചതായി അദ്ദേഹം നേരിട്ട് ആരോപിച്ചു. ഉത്തര കൊറിയയും പാകിസ്ഥാനും ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നു, പക്ഷേ ആരും അത് മനസ്സിലാക്കുന്നില്ല, കാരണം ഇതെല്ലാം ഭൂമിക്കടിയിലാണ് നടക്കുന്നതെന്ന് അദ്ദേഹം എഴുതി. ഇപ്പോൾ US വ്യോമസേനയുടെ ഗ്ലോബൽ സ്ട്രൈക്ക് കമാൻഡർ ബുധനാഴ്ച കാലിഫോർണിയയിലെ വാൻഡർബർഗ് എയർഫോഴ്സ് ബേസിൽ നിന്ന് നിരായുധനായ മിനിറ്റ്മാൻ 3 ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചതായി പ്രാഥമിക റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. ഇത് പതിവ് പരീക്ഷണത്തിന്റെ ഭാഗമാണ്. എന്നിരുന്നാലും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. ആണവായുധ മത്സരം വീണ്ടും ആരംഭിക്കുമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. ട്രംപിന്റെ പ്രസ്താവനകൾ ആഗോളതലത്തിൽ പുതിയൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടു. 3 പതിറ്റാണ്ടുകളായി ആണവ പരീക്ഷണങ്ങളിൽ നിന്ന് അമേരിക്ക വിട്ടുനിൽക്കുകയായിരുന്നു, എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയേക്കാം. അമേരിക്ക അത്തരമൊരു നടപടി സ്വീകരിച്ചാൽ റഷ്യയും ചൈനയും വിവേചനരഹിതമായ ആണവ പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആണവ പരീക്ഷണം പുനരാരംഭിക്കുന്നതിന് വളരെ ചിലവുണ്ട്, അതുമാത്രമല്ല സമയമെടുക്കുന്നതുമായിട്ടുള്ളൊരു പ്രക്രിയയാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണങ്ങളെല്ലാം തന്നെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വലിയ യുദ്ധ കോളിളക്കം സൃഷ്ടിക്കുന്നുണ്ട് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.